നമസ്കാരം. സംസ്ഥാനത്ത് ഗവർണർ സർക്കാർ പോര വീണ്ടും രൂക്ഷമാവുകയാണ്. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എവിടെ നിർത്തിയോ അവിടെ നിന്ന് തന്നെ പകരക്കാരനായെത്തിയ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും തുടങ്ങുകയാണ്. നിലവിലെ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജ്ഭവനിലെ ഭാരതാംബ ചിത്രമാണ്. അത് പിന്നീട് യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിലേക്കും എത്തുന്നു. തുടർന്ന് രജിസ്ട്രാർ ചാൻസലർ കൂടിയായ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി റദ്ദാക്കുന്നു. തുടർന്ന് VC രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെ പ്രശ്നങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ SFI സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നു എന്നാരോപിച്ച് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധവുമായി രംഗത്തെത്തുന്നു. സർവകലാശാലകളിൽ കാവ്യവൽക്കരണമെന്ന ആരോപണം ഉയരുമ്പോൾ സിൻഡിക്കേറ്റിൽ ഉൾപ്പെടെ CPMന്റെ അപ്രമാദിത്വമെന്ന ആരോപണവും മറുവശത്ത് ഉയരുന്നുണ്ട്. യഥാർത്ഥത്തിൽ സർവകലാശാലകളിൽ നടക്കുന്നത് കാവ്യവൽക്കരണമാണോ ചുവപ്പുവൽക്കരണമാണോ? സർവകലാശാലകളുടെ യഥാർത്ഥ അധികാരം ആർക്കാണ്? ഇത്തരത്തിൽ സർവകലാശാലകളിൽ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുമ്പോൾ അത് ബാധിക്കുന്നത് വിദ്യാർത്ഥികളെയല്ലേ? ഇന്ന് ഈ വിഷയമാണ് പേജ് 3 ചർച്ച ചെയ്യുന്നത്. എന്നോടൊപ്പമുള്ളത് അക്ഷയും കുഞ്ചുവുമാണ്. അക്ഷയ, ഇപ്പോ നമുക്കറിയാം ഈ സർവകലാശാലകളിൽ കാവ്യവൽക്കരണം എന്നുള്ള ഒരു ആരോപണമാണ് നിലനിൽക്കുന്നത്. അത്തരത്തിൽ ഗവർണർ സ്വന്തം പാർട്ടിയുടെ അജണ്ട സർവകലാശാലകളിലേക്ക് പോലും നടപ്പാക്കുന്നു എന്നാണ് നമുക്കിവിടെ വിലയിരുത്തപ്പെടേണ്ടത്. അശ്വതി, നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടത് ഈ ചർച്ചയുടെ ആവശ്യം തന്നെ കേരളത്തിലെ RSS അജണ്ടയെ കുറിച്ചാണ്. അതിലൊരു ചോദ്യത്തിന് തന്നെ ആവശ്യമില്ല. ഇവിടെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഗവർണർ കാവ്യവൽക്കരിക്കുന്നു. അതിന്റെ ചോദ്യത്തിന്റെ ആവശ്യമില്ല. കാരണം ഈ സംഭവം ഇതെല്ലാം തെളിയിക്കുന്ന കൃത്യമായ സംഭവ വികാസങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞിട്ടുമുണ്ട്. സാക്ഷര കേരളത്തിൽ വിദ്യാഭ്യാസം ഇല്ല എന്ന് പറയുന്ന ഒരു ഗവർണർ, സ്കൂളുകളിൽ ക്ഷേത്രങ്ങൾ പണിയണം എന്ന് പറയുന്ന ഒരു ഗവർണറുള്ള ഒരു സംസ്ഥാനമാണ് ഇപ്പോൾ നമ്മുടേത്. കാരണം ഇതിനു മുൻപേ ഉണ്ടായിരുന്നത് ഒരു RSS അനുഭാവിയായ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണറായിരുന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടായിരുന്ന സമയത്ത് ഗവർണർ സർക്കാർ ഒരു വലിയ വിവാദമായിരുന്നു. ഇങ്ങനെ ഒരു സർക്കാരിനെതിരെ നിൽക്കുന്നത് തന്നെ ആ ഗവർണറുടെ കാലത്താണ്. ശേഷം വരുന്ന ഒരു RSS അനുഭാവി മാത്രമായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ പടിയിറങ്ങുമ്പോൾ BJP ഇവിടെ നിയമിക്കുന്നത് RSS പ്രവർത്തകനായ അല്ലെങ്കിൽ RSS നേതാവായ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെയാണ്. അദ്ദേഹം 1980-ൽ സംഘപരിവാറിന്റെ സന്തതിയായി നിലകൊള്ളുന്ന അല്ലെങ്കിൽ വളർന്നു വന്ന ഒരു നേതാവാണ്. അപ്പോൾ RSSന്റെ അജണ്ട ഈ ഒരു നിയമനത്തിൽ തുടങ്ങിയ ആദ്യത്തെ കാര്യം വ്യക്തമാണ്. രണ്ടാമതായി ഇവിടെ പറയേണ്ടത് രജിസ്ട്രാറുടെ സസ്പെൻഷനെ കുറിച്ചാണ്. ഇങ്ങനെ ഒരു ഭരണഘടനാ സ്ഥാപനത്തിൽ വെക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ചിത്രത്തിന്റെ പേരിൽ തുടങ്ങിയ വിവാദം, അത് മന്ത്രിമാരും കത്തയക്കുന്നു, ഇങ്ങനെ ഒരു ചിത്രം ഇനി മുൻപോട്ട് പോകരുത്, വെക്കരുത്. എന്നിട്ടും ഇങ്ങനെ ഭരണഘടനാ സ്ഥാപനത്തിൽ വെക്കാൻ പാടില്ല എന്ന ചിത്രത്തിന്റെ പേരിൽ വീണ്ടും ഒരു പരിപാടി വെക്കുന്നു. നിയമം അനുസരിച്ച് രജിസ്ട്രാർ ആ പരിപാടി റദ്ദാക്കുന്നു. അങ്ങനെ റദ്ദാക്കിയ രജിസ്ട്രാറെയാണ് VC സസ്പെൻഡ് ചെയ്യുന്നത്. RSS അനുഭവവും ഗവർണറോട് അനുഭവമുള്ള VC സസ്പെൻഡ് ചെയ്യുന്നത് ആ രജിസ്ട്രാറാണ്, നിയമം അനുസരിച്ച്. സർവകലാശാലയുടെ ചാൻസലറായ ഗവർണർ പങ്കെടുക്കുന്ന ഒരു പരിപാടി റദ്ദാക്കുന്നത് VCയുടെ പോലും അനുമതി ഇല്ലാതെയാണ്. അത്തരത്തിൽ രജിസ്ട്രാർ കാണിച്ചത് ഒരു വീണ്ടും വിചാരമില്ലാത്തൊരു നടപടി നമുക്ക് വിചാരിക്കാൻ പറ്റില്ലേ? കാരണം അല്ലെങ്കിൽ അവിടെ ആ പരിപാടിക്ക് അനുമതി നൽകരുതായിരുന്നു. എന്തുകൊണ്ടാണ്, എന്ത് കാര്യത്തിന്റെ പേരിലാണ് ഈ പരിപാടി റദ്ദാക്കിയതെന്ന് രജിസ്ട്രാർക്ക് ഇപ്പോഴും ഉത്തരം നൽകാൻ സാധിച്ചില്ല. അത് കോടതി അടക്കം ചോദിച്ചതാണ്. എന്തുകൊണ്ടാണ് ഉത്തരം നൽകാൻ സാധിക്കാത്തത്? ഗവർണർ ഒരു കേരള യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറായ ഗവർണർ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ഒരു പരിപാടിക്ക് വേദി വിട്ടു നൽകില്ല എന്ന് അവര് പെർമിഷൻ ചോദിക്കുമ്പോൾ രജിസ്ട്രാർക്ക് പറയാൻ സാധിക്കില്ലായിരിക്കും. വീണ്ടും ഒരു ലംഘനം, അതായത് ഒരു ചിത്രം വെക്കുക, അവർ ഭാരതാംബ എന്ന് അവകാശപ്പെടുന്ന ചിത്രം വെക്കുമ്പോഴാണ് അവർ ആ ഒരു തീരുമാനത്തിലേക്ക്, നടപടിയിലേക്ക് രജിസ്ട്രാർ എത്തിയിട്ടുള്ളത്. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത VC ഉടൻ തന്നെ വിദേശ പര്യടനത്തിന് പോകുന്നതും കൂടെ നമ്മൾ കണ്ടു. അതിനുശേഷം അദ്ദേഹവും താൽക്കാലികമായിരുന്നു, വീണ്ടും താൽക്കാലികമായ ഒരു VC കൂടെ നിയമിച്ചിട്ടാണ് പോകുന്നത്. ഇതെല്ലാം എന്തും കാണിക്കാം ഒരു സംസ്ഥാനത്ത് എന്നതിന് ഉദാഹരണമല്ല ഇവിടെ നടക്കുന്നത്. പിന്നെ ഇപ്പോൾ മന്ത്രിമാരോടും, ആദ്യം V ശിവൻകുട്ടി, P പ്രസാദ്, ഈ മന്ത്രിമാരോട് തുടങ്ങിയ പോര് പിന്നീട് ഇപ്പോൾ എത്തി നിൽക്കുന്നത് വിദ്യാർത്ഥി സംഘടനകളോടും വിദ്യാർത്ഥി സമൂഹത്തോടുമാണ്. അപ്പോൾ മനഃപൂർവ്വം കേരളത്തിൽ ഒരു കലുഷിത അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് RSS അജണ്ട എന്ന് പറയുന്നത്, അല്ലേ കുഞ്ചു? ഇപ്പോൾ അക്ഷയ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം ആരിഫ് മുഹമ്മദ് ഖാൻ എങ്ങനെയായിരുന്നു സർക്കാരുമായി ഉണ്ടാക്കിയ പോര്. അതിന് പിന്നാലെ എത്തുന്ന ആർലേക്കർ ഇത്തരത്തിൽ അത് തുടരുമ്പോൾ ഈ കൃത്യമായി BJPയുടെ ഒരു അജണ്ട, അത് സംസ്ഥാനങ്ങളിൽ ഒരു ഭരണ പ്രതിസന്ധി ഉണ്ടാക്കാൻ, അതായത് BJPക്ക് ഭരണം ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ലാത്ത സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ RSSകാരായെ കൊണ്ടുവന്ന് ഗവർണർമാരാക്കി അവിടെ ഒരു ഭരണ പ്രതിസന്ധി ഉണ്ടാക്കുക എന്നത് BJPയുടെ ഒരു പ്രഖ്യാപിത അജണ്ടയായി നമുക്ക് കാണാൻ സാധിക്കുമോ? അത് തന്നെയാണോ ഇവിടെയും നടപ്പാക്കുന്നത്? അശ്വതി പറഞ്ഞ ഒരു കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നു. അജണ്ട തന്നെയാണ്. അക്ഷയ പറഞ്ഞ കാര്യവും യോജിക്കുന്നു. മനഃപൂർവ്വമായി സൃഷ്ടിക്കപ്പെടുന്ന ഒരു സംഗതി തന്നെയാണ്, അല്ലെങ്കിൽ സാഹചര്യം തന്നെയാണ്. പക്ഷേ ഇത് രണ്ടും ഉണ്ടാകുന്നത് നമുക്ക് പലപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, CJP മുന്നണിയെന്ന്. അതായത് CPMും BJPയും കൂടി അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണെന്നുള്ളത്.
അതായത് ഏതെങ്കിലും തരത്തിലുള്ള വലിയ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ CPM അല്ലെങ്കിൽ BJP ഒക്കെ ഏതെങ്കിലും മറ്റ് വിഷയങ്ങൾ ഉണ്ടാക്കുകയും എന്താണ് മാധ്യമ ശ്രദ്ധ ആ വിഷയങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കേരളം നമ്പർ 1 ആണ്, കേരളത്തിലെ ആരോഗ്യ മേഖല നമ്പർ 1 ആണ്. കാനഡയിൽ നിന്ന് വരെ അന്നത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന ശൈലജ ടീച്ചറിനോട് വിളിച്ച് ഇവിടെ മാസ്ക് ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് പറയുന്നു. കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ഒരു മോഡലാണ് എന്ന് പറയുന്നത്, ലോകത്തിന് മുന്നിൽ വയ്ക്കാൻ പറ്റുന്ന ഒരു മോഡലാണെന്ന് പറയുമ്പോൾ തന്നെയാണ് ഡോക്ടർ ഹാരിസ് ചിറക്കലുമായി ബന്ധപ്പെട്ടൊരു വിഷയം ഉണ്ടാവുകയും ഹാരിസ് ചിറക്കലിനെ തള്ളാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും അത് ചർച്ചയായി വന്നപ്പോൾ അതെല്ലാം കെട്ടടങ്ങിയെന്ന് വിചാരിക്കുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ ഒരു സംഭവം ഉണ്ടാകുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു വലിയ ഒരു തകർച്ച ഉണ്ടാകുന്നു, ദാരുണമായൊരു സംഭവം ഉണ്ടാകുന്നു, ഒരാൾ മരിക്കുന്ന സാഹചര്യം എത്തുന്നു. ആരോഗ്യ മേഖല തവിട് പൊടിയാണ് എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് എത്തി. ആ ചർച്ചകളെല്ലാം നടക്കുന്ന സമയത്ത് മറ്റൊരു പ്രഹരം പോലെയാണ് മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോകുന്നത് ആരോഗ്യ ചികിത്സയ്ക്കായി. ഇങ്ങനെ ഒരു സാഹചര്യം നിൽക്കുമ്പോൾ, ഇത്തരത്തിലുള്ള ചർച്ച നിൽക്കുമ്പോഴാണ് രാജേന്ദ്ര അർലേക്കറുമായി ബന്ധപ്പെട്ടൊരു വിവാദം ഉണ്ടാകുന്നത്. ഈ വിവാദങ്ങളെല്ലാം തന്നെ ഇവർ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്ത് തന്നെയാണ്, മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ്, അജണ്ടയുടെ ഭാഗമായി തന്നെയാണ് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഈ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വഴിമാറ്റി ചിന്തിക്കുന്നതിന് വേണ്ടി മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇത് ചർച്ചയാക്കുന്നത്. SFI പോലൊരു സംഘടനയ്ക്ക് പ്രതിഷേധിക്കാൻ അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ എന്തെല്ലാം കാരണങ്ങൾ വേറെയുണ്ട്. 20 മുതൽ 40% വരെ യൂണിവേഴ്സിറ്റിയിൽ കേരളത്തിലെ സർവകലാശാലകളിൽ നിന്ന് വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക്, വിദേശ സ്ഥലങ്ങളിൽ പോയി പഠിക്കുന്നതും അല്ലെങ്കിൽ മറ്റ് സർവകലാശാലയെ ആശ്രയിക്കുന്നതും, അതായത് സംസ്ഥാനത്തിന് പുറത്തുള്ള സർവകലാശാലയെ ആശ്രയിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം ഇവിടെയുണ്ട്. കീം എക്സാമുമായി ബന്ധപ്പെട്ട വലിയൊരു വിഷയം ഇവിടെയുണ്ട്. ഒരു വിദ്യാർത്ഥി ഇവിടെ പരീക്ഷ എഴുതുമ്പോൾ അവൻ്റെ 1ാം സെമസ്റ്ററിൻ്റെ പരീക്ഷ എഴുതി അവൻ 4-5 സെമസ്റ്റർ ആകുമ്പോഴാണ് അവൻ്റെ റിസൾട്ട് വരുന്നത്. ഈ വിഷയങ്ങളിലൊക്കെ അല്ലേ ഒരു വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലയിൽ ഈ പറഞ്ഞ പോലെ ഒരു വിദ്യാർത്ഥി സംഘടന SFI ഇടപെടേണ്ടത്, യുവജന സംഘടന ഇടപെടേണ്ടത്. മറ്റൊന്ന്, നേരത്തെ സൂചിപ്പിച്ച പോലെ രാജേന്ദ്ര അർലേക്കർ കാവ്യവൽക്കരിക്കുകയാണെന്ന് പറയുമ്പോൾ ഞാൻ ഒരു ചെറിയ സംശയം ചോദിച്ചോട്ടെ. ഈ പരിപാടി റദ്ദ് ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇത്രയും വലിയ ഭൂകമ്പം സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ പരിപാടിക്ക് അനുമതി കൊടുത്തിരിക്കുന്ന, സെനറ്റിൽ അനുമതി കൊടുത്തിരിക്കുന്ന രജിസ്ട്രാർ അനിൽകുമാർ, അദ്ദേഹം ഈ പരിപാടി അറിയുന്നു, അതായത് ഇത് ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നു അറിയുന്നു. ഈ പരിപാടി എന്താണ്? ജനാധിപത്യത്തിൻ്റെ ഇരുണ്ട കാലഘട്ടം എന്ന് പറയുന്ന ആ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന നരനായാട്ട് എന്ന് പറയുന്ന ഒരു വിഭാഗം അല്ലെങ്കിൽ ആ ഒരു വിഷയം അവതരിപ്പിക്കുന്നുണ്ടുള്ള ഒരു പരിപാടിയാണ്. ഇരുണ്ട കാലഘട്ടം എന്നുള്ള ഈ പരിപാടി അവതരിപ്പിക്കുന്നത് 365 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടി അവതരിപ്പിക്കുന്ന BJP ആണ്. ഇങ്ങനെ ഒരു പരിപാടി അദ്ദേഹത്തിന് മുമ്പിലെത്തുമ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും ചിന്തിക്കാനുള്ള ശേഷിയില്ലേ? അദ്ദേഹത്തിന് ചിന്തിച്ചുകൂടായിരുന്നു ഇത് BJPയുടെയാണ്, ഇത് RSSന്റെ പരിപാടിയാണെന്നുള്ള ചിന്തിക്കാറുണ്ട്. അവിടെയും ഗവർണർ കടുംപിടുത്തം പിടിക്കുകയാണ്. കടുംപിടുത്തം പിടിച്ചില്ലെങ്കിലും ഈ പരിപാടി നടത്താൻ കഴിയില്ല എന്ന് രജിസ്ട്രാർക്ക് പറയാനുള്ള അധികാരമുണ്ട്. അതിനാണ് അയാളെ സർവകലാശാലയുടെ ചാൻസലറായ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയാണ്. ചാൻസലർ എന്ന് പറഞ്ഞാൽ എല്ലാവരും മുകളിലല്ല, ഓരോരുത്തർക്കും. ഇപ്പം നേരത്തെ അക്ഷയ സൂചിപ്പിച്ച പോലെ സിൻഡിക്കേറ്റിനെ പോലും അറിയിക്കാതെയാണ് ഇയാളെ പുറത്താക്കിയെന്ന് പറഞ്ഞു. സിൻഡിക്കേറ്റിനാണ് ശരിയാണ്, സിൻഡിക്കേറ്റിന് തന്നെയാണ് അധികാരം. അതേ അധികാരം അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടി ഉയർന്ന അധികാരം രജിസ്ട്രാർക്കുണ്ടായിരുന്നു. പരിപാടി ഗവർണറാണ് നിർദ്ദേശിക്കുന്നതെങ്കിൽ കൂടിയും അത് രാഷ്ട്രീയ അജണ്ടയാണ് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അയാൾക്ക് പറയാൻ സാധിക്കില്ല? ഇനി ഇതുമായി ബന്ധപ്പെട്ട വേറൊരു വിഷയം, ഇവർ തമ്മിലുള്ള ആ ഒരു മുന്നണി ചർച്ചയുടെ കാര്യം പറയാം. 2025 ഫെബ്രുവരിയിൽ CPI പറയുന്നത് പോലെ മോദി സർക്കാർ അത്ര ഫാസിസ്റ്റ് സർക്കാരൊന്നും അല്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരല്ല എന്ന ഒരു രഹസ്യരേഖ തയ്യാറാക്കി നൽകുകയുണ്ടായി. അതായത് അപ്പോൾ തന്നെ ഇവർ ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കുകയാണ്. ഇനി രാജേന്ദ്ര അർലേക്കർ വന്നപ്പോൾ ഈ പറഞ്ഞ പോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ എന്താണ്? ടീം പിണറായിയിലേക്ക് സ്വാഗതം എന്നാണ്. അപ്പോൾ ഇവരൊരു ടീമായി നിൽക്കുന്നതുകൊണ്ട് ഈ പറഞ്ഞ പോലെ വിദ്യാർത്ഥികളെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ സമരം ചെയ്യുകയും ഈ വിദ്യാർത്ഥികൾ ഇതിനെ അറിയാതെ പെട്ടുപോവുകയാണ്. ഈ വിഷയങ്ങളെല്ലാം മാറ്റിമറിക്കുന്നതിനും ചിന്ത മാറ്റുന്നതിനും വേണ്ടിയിട്ടുള്ള നാടകം തന്നെയാണ് ഇതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനുള്ള മറുപടി ഞാൻ തരാം. എന്ന് പറയുന്നത്, ഒരു ഗവർണറെ സ്വീകരിക്കുമ്പോൾ, പുതിയതായിട്ട് ഒരു ഗവർണർ ഒരു സംസ്ഥാനത്തേക്ക് വരുമ്പോൾ സ്വീകരിക്കുന്നതിനുള്ള പ്രോട്ടോകോളുകളുണ്ട്. അപ്പോൾ അവരുടെ പ്രോട്ടോകോൾ നടപടിയായിരിക്കാം ആ സ്വീകരണം. അല്ലെങ്കിൽ ഇദ്ദേഹം വരുന്നത് ഇവിടെ വിവാദം ഉണ്ടാക്കാനാണ്, പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ്, കേരളം കലുഷിതമാക്കാനാണ് എന്ന് വിചാരിച്ചല്ല അയാളെ സ്വീകരിക്കുന്നത്. എങ്ങനെയാണ് ഒരു ഗവർണറെ സ്വീകരിക്കുന്നത് അതുപോലെ തന്നെയാണ് സംസ്ഥാന ഗവൺമെന്റ് അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടുള്ളത്. ഒറ്റ കാര്യം അതിലൊരു മറുപടി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നേരത്തെ അക്ഷയ് തന്നെ അതിനുള്ള ഒരു മറുപടിയും പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. 1980 മുതൽ അല്ലെങ്കിൽ BJPയുടെ ഏറ്റവും വലിയ നേതാവായിട്ട് വളർന്നു വന്ന ഗോവയിലും മറ്റു സ്ഥലങ്ങളിലുമൊക്കെ BJPയെ വളർത്തിയെന്ന് നിങ്ങൾ തന്നെ പറയുന്ന ആളാണ് വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അയാൾ RSS ചായ്വുള്ള അല്ലെങ്കിൽ RSSന്റെ നേതാവാണെന്ന് പറഞ്ഞു വെച്ച ആളാണ്. കാര്യമുണ്ട്, ഈ ആരിഫ് മുഹമ്മദ് ഖാനെ കൃത്യമായൊരു യാത്രയയപ്പ് പോലും നൽകാതെയാണ് പറഞ്ഞു വിട്ടത്. അപ്പോൾ അതിനുശേഷം എത്തുന്ന ഗവർണർ സംസ്ഥാന സർക്കാരിനോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുമെന്ന് സംസ്ഥാന സർക്കാർ കരുതിയിട്ടുണ്ടാവില്ലേ? അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്, സംസ്ഥാന സർക്കാരിനോട് അനുനയ നീക്കമാണ്, സംയമനം പാലിക്കുന്ന നീക്കമായിരിക്കും നടത്താൻ പോകുന്നത്, യാതൊരു പ്രശ്നങ്ങൾക്കുമില്ല എന്ന് അർലേക്കർ പറഞ്ഞിട്ടുമാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നത്. ഞാൻ കാര്യം ഈ ആരിഫ് മുഹമ്മദ് ഖാനും ജെനുവിനായിട്ടാണ് ഈ സർക്കാരിനെതിരെ പോരടിച്ചെന്ന ഒരു അഭിപ്രായം എനിക്കില്ല എന്നുള്ളതാണ്.
കാരണം ആരിഫ് മുഹമ്മദ് ഖാന്റെ വിഷയങ്ങൾ ഉണ്ടായപ്പോൾ ശ്രദ്ധിക്കുക, അതിനു മുമ്പുണ്ടാകുന്ന ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അന്ന് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ വിഷയങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ അവസ്ഥയിലും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ പ്രതിരോധത്തിലാകുന്ന സാഹചര്യമായിരുന്നു. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യങ്ങളിലാണ് ഒരു രക്ഷകനെ പോലെ പറന്നു വന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ SFIയുടെ വിദ്യാർത്ഥികൾക്ക് നേരെ ആക്രോശിക്കുന്നത്, ഗുണ്ടകളെന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റു തരത്തിൽ സർക്കാരിനെ രക്ഷിക്കുക തന്നെയാണ് ചെയ്തത്. അപ്പോൾ കുഞ്ചു പറയുന്നത് ഒരു CPM BJP കൂട്ട് അല്ലെങ്കിൽ ഒരു ഡ്രാമയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞിടെ ഒരു ചിത്രം പുറത്തു വന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനും 6 ഏക്കറും കൂടി ഒരുമിച്ച് നിൽക്കുന്ന ഒരു വേദി പങ്കിടുന്ന ഒരു ഫോട്ടോ, ഒരു ചിത്രം പുറത്തു വന്നു. അതിൽ ഭാരതാംബ എന്നൊരു വിഭാഗം വിശേഷിപ്പിക്കുന്ന ചിത്രത്തിന് മുന്നിൽ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്ന VD സതീശനാണ് ചിത്രത്തിലുള്ളത്. ഇതിലൂടെ അതിനുശേഷം SFI പ്രവർത്തകർ കേരള യൂണിവേഴ്സിറ്റിയിൽ സമരം നടത്തി. അവരുടെ സമരം അക്രമമായി. അത് ഗുണ്ടാ വിളയാട്ടമാണ്, SFI പ്രവർത്തകരെ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗുണ്ടാ വിളയാട്ടമാണെന്ന് പ്രതിപക്ഷ നേതാവ് പറയുകയും ചെയ്തു. ഇതിനു മുന്നേയും SFI പ്രവർത്തകരെ ഗുണ്ട എന്ന് വിളിച്ചിട്ടുണ്ട്. അത് ആരിഫ് മുഹമ്മദ് ഖാനാണ്. ഇങ്ങനെ ഒരേ നിലപാടുകൾ ആവർത്തിക്കുന്ന പ്രതിപക്ഷ നേതാവും RSS അനുഭാവികളായ ഗവർണർമാരുമുള്ളപ്പോൾ അത് UDF BJP കൂട്ടുകെട്ടല്ലേ? അല്ല, ഇത് അക്ഷയ ഒരു ചിത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്, അല്ലെങ്കിൽ ഒരു വാക്കിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ചിത്രത്തെ വിശ്വസിക്കാൻ പറ്റില്ലേ? അല്ല, ചിത്രത്തെ വിശ്വസിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മറ്റു രണ്ട് ചിത്രങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഭാരതീയ വിചാര കേന്ദ്രവുമായി ബന്ധപ്പെട്ട ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ, RSSന്റെ സംഘടനയാണ്. ആ ചടങ്ങിൽ അന്നത്തെ പ്രധാന നേതാവായിരുന്നു, ഇപ്പോഴും പ്രധാന നേതാവായിട്ടുള്ള VS അച്യുതാനന്ദനാണ് എൻ്റെ ഉദ്ഘാടകനായിട്ട് എത്തിയത്. അന്ന് വാദോരാതെ സംസാരിച്ച VS അച്യുതാനന്ദനാണ്. PP മുകുന്ദൻ എന്ന് പറയുന്ന RSS നേതാവിന്റെ ചിത്രത്തിന് ചുറ്റും നടന്ന് അദ്ദേഹത്തിന്റെ ചിത്രത്തിലേക്ക് പുഷ്പാർച്ചന നടത്തി കുനിഞ്ഞു നിൽക്കുന്ന ആളുടെ പേര് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാണ്. ചിത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നതെങ്കിൽ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഗുണ്ട എന്ന് വിശേഷിപ്പിച്ച അതേ ആൾ തന്നെ ചിത്രത്തിന്റെ നേരെ പുഷ്പാർച്ചന നടത്തുകയാണ്. VD സതീശൻ എന്ന് പറയുന്ന സാഹചര്യത്തിൽ തന്നെ നേരെ മറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ഈ ആരോപണം ഉന്നയിക്കാം. ചിത്രങ്ങൾ കഥ പറയുന്നുണ്ട്. അക്ഷയ, എത്ര കാലങ്ങൾക്ക് മുന്നെയാണ് VS അച്യുതാനന്ദനെ ഈ ചിത്രത്തിൽ കണ്ടിട്ടുള്ളത്? എത്ര കാലങ്ങളായാലും ചിത്രങ്ങൾ ഇതിനുശേഷം P പ്രസാദ് പങ്കെടുത്ത ചടങ്ങിലും ഈ ചിത്രം ഉണ്ടായിരുന്നു. മന്ത്രി V ശിവൻകുട്ടി പങ്കെടുത്ത ചടങ്ങിലും ഈ ചിത്രം ഉണ്ടായിരുന്നു. 2 മന്ത്രിമാരും ഗവർണറോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്, ഇനി ഈ ചിത്രം ഒഴിവാക്കണം, ദയവായി ചിത്രം ഒഴിവാക്കണം. എന്തിനാണ് ഗവർണർ? മാത്രമല്ല സർക്കാരും ഗവർണർക്ക് കത്തയച്ചിരുന്നു ഈ ഒരു പരിപാടിക്ക് മുൻപ് തന്നെ. അതിനുശേഷമാണ് ഈ സെനറ്റ് ഹാളിൽ ഈ പരിപാടി നടക്കുന്നത്. അവിടെയും കൃത്യമായി കാവിക്കൊടിയേന്ത്യ ഭാരതാംബയെ കൊണ്ടുവന്നത് അത് കൃത്യമായി സർവകലാശാലകളിൽ പോലും ഇത്തരത്തിലൊരു വിവാദത്തിലേക്ക് വലിച്ചിഴക്കണം എന്നുള്ള ഒരു അജണ്ടയുടെ ഭാഗമായി തന്നെയല്ലേ? കാവിക്കൊടിക്ക് പകരം ഒരു പച്ചക്കൊടി വെച്ചാൽ അവർ അംഗീകരിക്കുമോ? സെനറ്റ് ഹാളിൽ ആ ഒരു ഫോട്ടോയുടെ കൂടെ തന്നെ കാവിക്കൊടി പച്ചക്കൊടി അല്ലെങ്കിൽ ഒരു ചുവന്ന കൊടി വെച്ചാൽ ഗവർണർ 6 ഏക്കർ ദീപം തെളിയിക്കാൻ തയ്യാറാകുമോ? അതുമാത്രമല്ല, ഗവർണർക്കുള്ള ഒരു സ്വന്തമായ രാഷ്ട്രീയം എന്തിനാണ് കേരള യൂണിവേഴ്സിറ്റിയിലും വിദ്യാർത്ഥികളിലും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്? അതാണ് ഇവിടെ നടക്കുന്നത്. ഒരു സംശയം ചോദിക്കുകയാണ്, ഈ കാവിക്കൊടിയേന്ത്യ ഭാരതാംബ ഒരു രാഷ്ട്രീയ ചിഹ്നമാണ് എന്ന് കരുതിക്കൊണ്ടാണ് അത് ഒഴിവാക്കണമെന്നുള്ളതാണ് നിങ്ങളുടെ വാദമല്ലേ? അങ്ങനെയല്ലേ പറയുന്നത്? രാഷ്ട്രീയ ചിഹ്നത്തിലുപരി അത് ഒരു വിഭാഗം ആൾക്കാർ വിശ്വസിക്കുന്ന ചിഹ്നമായിരിക്കാം. അതൊരിക്കലും ഒരു സംസ്ഥാനം അംഗീകരിച്ചുള്ള ചിഹ്നമല്ല, ഒരു രാജ്യം അംഗീകരിച്ചുള്ള ചിഹ്നമല്ല. എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കടയ്ക്കൽ ക്ഷേത്രത്തിൽ നടന്ന പുഷ്പനെ അറിയാമെന്നുള്ള വിപ്ലവഗാനം ആലോചിച്ചത്. അന്ന് ന്യായീകരിച്ച ഗവൺമെന്റും അന്ന് ന്യായീകരിച്ച ആൾക്കാരുമാണ് ഇപ്പോൾ ഈ പറയുന്നതെന്ന് ആലോചിക്കാം. അന്ന് പറഞ്ഞത് ഒരു വേദിയിൽ ഈ പാട്ട് പാടിയാൽ എന്തെന്നാണ് ചോദിച്ചത്. വിപ്ലവഗാനത്തിന് എന്താണ് കുഴപ്പമെന്നാണ് ചോദിക്കുന്നത്. ഭാരതാംബയുടെ ചിത്രം നിരോധിച്ച ചിത്രമാണോ? അല്ലല്ലോ. ഈ കാവിക്കൊടിയേന്ത്യ ഭാരതാംബയുടെ ചിത്രം എങ്ങും കാണിക്കരുതെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഭരണഘടനയിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ ഈ ഭാരതാംബയുടെ ചിത്രം ഇത്തരത്തിലുള്ള ചിത്രം മാത്രമേ കാണിക്കാവൂ എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ അത് ചർച്ച ചെയ്യേണ്ട വേദി കേരള സർവകലാശാലയാണ്. അവിടെ ചർച്ച ചെയ്യേണ്ടത് വിദ്യാർത്ഥികളുടെ പ്രശ്നമല്ലേ? അല്ല, അത് തന്നെയാണ് ഞാനും പറഞ്ഞു വരുന്നത്. വിദ്യാർത്ഥികളുടെ പ്രശ്നം പരിഹരിക്കാതെ ഇത്തരത്തിലുള്ള നാടകങ്ങളാണ് നടത്തുന്നതാണ് ഞാൻ പറയുന്നത്. ഈ നാടകങ്ങൾ നടത്തുന്നതിനെ ന്യായീകരിക്കുന്നതിനാണ് അംഗീകരിക്കാൻ കഴിയില്ല. എന്താണ് അക്ഷയ്ക്ക് പറയാനുള്ളത്? കുഞ്ചു നേരത്തെ പറഞ്ഞു, വിദേശ സർവകലാശാലകളെയാണ് കേരളത്തിലെ കുട്ടികൾ കൂടുതൽ ആശ്രയിക്കുന്നത്. ഇവിടെ 2 ഗവർണർമാരാണ് ലാസ്റ്റ് ഇയേഴ്സിൽ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഒന്ന് ആരിഫ് മുഹമ്മദ് ഖാനും 2 രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും. ഈ 2 ഗവർണർമാരും ഇവിടെ ചുമതല ഏറ്റെടുത്തതിന് ശേഷമാണ് കൂടുതൽ വിദ്യാർത്ഥികളും പുറത്തേക്ക് പോകാൻ തുടങ്ങിയിട്ടുള്ളത്. അവിടെ എത്രയോ ഫയലുകൾ പരിഹരിക്കപ്പെടാതെ വിദ്യാർത്ഥികളുടെ ഫയലുകൾ VCയുടെ ഓഫീസിലെ ഫയലിൽ മാത്രം ഒതുങ്ങിക്കിടക്കുന്നു. പക്ഷേ ഗവർണർമാർ ചൂണ്ടിക്കാണിച്ചത് ഈ സർവകലാശാലകളിലെ പിൻവാതിൽ നിയമനം, സർവകലാശാലകളിലെ ഈ ഭരണ സംവിധാനങ്ങളിലെ പിഴവ് ഒക്കെ തന്നെയല്ലേ? അത് ചൂണ്ടിക്കാണിക്കപ്പെടേണ്ട വിഷയങ്ങൾ തന്നെ. അല്ല അക്ഷയ്, ഒരു കാര്യം കൂടി, ഉസ്താദ് ഹോട്ടൽ സിനിമയിൽ മറ്റേ തിലകൻ ദുൽഖർ സൽമാൻ നടനോട് പറയുന്ന ഒരു വാചകമുണ്ട്, നീ അതൊന്ന് മറിച്ച് ചിന്തിച്ചു നോക്കാൻ.
അത്തരത്തിൽ അക്ഷയ ഒന്ന് മറിച്ച് ചിന്തിച്ചു നോക്കിയാൽ തീരുമാനമാവുന്ന ഒരു പ്രശ്നമാണത്. കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ ഇവിടെ നടക്കുന്ന ഭരണ സംവിധാനത്തിന്റെ കേടുകൊണ്ടാണ് വിദ്യാർത്ഥികളെല്ലാം പോകുന്നതെന്ന് പറഞ്ഞാൽ അതിനെ മാറ്റി പറയാൻ കഴിയുമോ? ഈ ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ഈ പിൻവാതിൽ നിയമനം നിങ്ങളൊന്ന് തിരിച്ചാലോചിച്ച് നോക്കൂ. കാരണം അല്ല, പിൻവാതിൽ നിയമനത്തിൽ ഏറ്റവും കൂടുതൽ പിൻവാതിൽ നിയമനം പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന ഒരു സമിതിയെ ഉണ്ടാക്കി വെച്ച് ആ സിൻഡിക്കേറ്റിൽ CPM-ന്റെ പ്രതിനിധികളെ കുത്തിത്തിരികെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു അപ്രമാദിത്യം കാണിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയും നേരത്തെ കാവ്യ പുതപ്പിക്കുന്നുവെന്ന് സർവകലാശാല കാവ്യ പുതപ്പിക്കുന്നുവെന്ന് പറയുന്നതിന് തുല്യമായി തന്നെയാണ് സിൻഡിക്കേറ്റിലൂടെ ഇടതുപക്ഷ സർക്കാർ കാണിക്കുന്ന ഈ ഒരു അഹമ്മതിയും. നിങ്ങൾ കഴിഞ്ഞ ദിവസം സമരം ചെയ്തെന്ന് പറയുന്നത്, SFI-ക്കാർ സമരം ചെയ്തെന്ന് പറയുന്നു. ഈ സമരത്തിന്റെ ഒരു രീതി എന്തായിരുന്നുള്ളത് നിങ്ങൾ ആ ദൃശ്യങ്ങളൊന്ന് പരിശോധിക്കാൻ മനസ്സിലാവും. കണ്ണൂർ സർവകലാശാലയിലും കാലിക്കറ്റ് സർവകലാശാലയിലും സമരം ചെയ്ത SFI-യുടെ നേതാക്കൾ എന്ന് പറയുന്ന ആൾക്കാർ, SFI-യുടെയും DFI-യുടെയും യുവജന സംഘടനയുള്ള ഈ കുട്ടികൾ കുട്ടികളെന്ന് പറയാം, പ്രവർത്തകരെന്നും പറയാം, അവർ കടന്നു കയറി ജീവനക്കാരെ മർദ്ദിക്കുകയാണ്. ഈ ജീവനക്കാരെ മർദ്ദിക്കുന്നതുകൊണ്ട് ഇവർ എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത്? അവിടെയുള്ള സാധനങ്ങൾ അടിച്ചുപൊട്ടിക്കുകയാണ്, കേരള സർവകലാശാലയിൽ അതിക്രമിച്ച് കയറുകയാണ്. ഇതിന്റെ ഭവിഷ്യത്ത് യഥാർത്ഥത്തിൽ ഈ കുട്ടികൾക്ക് അറിയില്ല എന്നുള്ളതാണ് സത്യം. ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കേസെടുക്കുന്നു എന്നുള്ള കാര്യം ഇവർ തിരിച്ചറിയുന്നില്ല. ഇവർ ഈ നാടകത്തിൽ പെട്ടുപോയതാണ് യഥാർത്ഥത്തിൽ എന്നാണ് എൻ്റെ അഭിപ്രായം. അവരുടെ ഭാവിയെ കരുതി, ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കരുതി, അവരുടെ എഡ്യൂക്കേഷനെ കരുതി മാത്രമുള്ള ഒരു സമരമേ അവർ ചെയ്തുള്ളൂ. സമരം ജനാധിപത്യ രീതിയാണ്, അത് അച്ചടക്കത്തോടെ മാത്രമേ സമരം നടത്തിയിട്ടുള്ളൂ. കഴിഞ്ഞ ദിവസം ആരോഗ്യ മേഖല താറുമാറായെന്നും പറഞ്ഞ് വീണ ജോർജിന്റെ വീട്ടിലേക്ക്, പത്തനംതിട്ടയിലെ വീട്ടിലേക്ക് BJP പ്രവർത്തകർ മാർച്ച് നടത്തി. മാർച്ചിന്റെ അവസാനം വീട്ടിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ചു, മന്ത്രിയെ ആക്രമിക്കാൻ ശ്രമിച്ച വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ്. അത് അക്രമമല്ലേ? അല്ല, വീട്ടിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ചത് ഈ ബാരിക്കേഡ് മറികടക്കാനാണ് ശ്രമിച്ചത്. അല്ല, വീട് അടിച്ചു പൊളിച്ച് അകത്ത് കയറിയല്ല. നേരെ മറിച്ച് ഈ സർവകലാശാലയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണമായിരുന്നു. സർവകലാശാലയിൽ പോലീസ് നോക്കുകുത്തിയായിരുന്ന സാഹചര്യത്തിൽ അതിനകത്തേക്ക് പ്രവേശിച്ചാണ് വിദ്യാർത്ഥികൾ പ്രക്ഷോഭം നടത്തിയെന്നാണ്. അത് സമരം എന്ന് പറയല്ലോ, സമര ആഭാസം നടത്തിയത്. മറ്റൊന്ന്, നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഒരു സമരം നടത്തുന്നതിനുള്ള ചിട്ടവട്ടങ്ങളും കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്തുകൊണ്ട് ഈ രേഖകൾ ഇരിക്കുന്ന, അല്ലെങ്കിൽ ഇത്രയും കുട്ടികൾ പഠിക്കുന്ന അവരുടെ മറ്റുള്ള രേഖകളും കാര്യങ്ങളും എല്ലാം ഇരിക്കുന്ന ഈ സർവകലാശാല എന്തിനു വേണം? ഗവർണർക്കെതിരെയാണ് നിങ്ങൾ സമരം ചെയ്യുന്നതെങ്കിൽ എന്തുകൊണ്ട് രാജ്ഭവനിലേക്ക് സമരം ചെയ്തില്ല? അവസാന നിമിഷമാണ് അല്ലെങ്കിൽ അവസാന ദിവസമാണ് രാജ്ഭവനിലേക്ക് സമരം ചെയ്യാനായിട്ട് പോകുന്നത്. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം 3:30 മണിവരെ അല്ലെങ്കിൽ 4 മണിവരെ ഈ ഒരു സമരം ലൈവായിട്ട് നിർത്തുകയാണ്. ആ ലൈവായിട്ട് നിർത്തിയ സമരത്തിനിടയിലേക്ക് ഒരു സംസ്ഥാന സെക്രട്ടറി ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്, അദ്ദേഹം മറ്റുള്ള സമരമുകളിലേക്ക് ഇങ്ങനെ എത്തി ഞാൻ കണ്ടിട്ടില്ല. അവിടെ എത്തിയിട്ട് അദ്ദേഹം പറയുന്നത് ശരി, ഇന്നത്തെ സമരം കഴിക്കുന്നതാണ്. അതായത് അന്നത്തെ ചർച്ചകളിൽ, മാധ്യമങ്ങളുടെ ചർച്ചകളിൽ MV ഗോവിന്ദൻ മാസ്റ്റർ ഇടപെട്ട് ഈ സമരം ഇങ്ങനെ ഒരു അവസാനിപ്പിച്ചു എന്നുള്ളതല്ല, അല്ലെങ്കിൽ സമാധാനപരമായി പോയി എന്നുള്ളതും അന്നത്തെ സമരം വലിയ ചർച്ചയാവണമെന്നുള്ളതും ഈ ഒരു വിഷയം മാധ്യമങ്ങൾ ചർച്ച ചെയ്യണം എന്നുള്ളൊരു അജണ്ട തന്നെയായിരുന്നു, അല്ലെങ്കിൽ ഉദ്ദേശം തന്നെയായിരുന്നു, ഗൂഢ ഉദ്ദേശം തന്നെയായിരുന്നു. സ്പോൺസേഡ് സമരം എന്ന് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ തന്നെയാണ്. തീർച്ചയായിട്ടും തോന്നുന്നില്ല. ഈ പിൻവാതിൽ നിയമനങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി സെനറ്റിൽ 6 വിദ്യാർത്ഥികളാണ് SFI-യിൽ നിന്നുമുള്ളത്. അവരെല്ലാം ഇലക്ട് ചെയ്ത് വന്നതാണ്. അല്ലാതെ ഒരു ഗവർണറും ഇലക്ട് ചെയ്ത് അല്ലെങ്കിൽ ഗവർണർ നോമിനേറ്റ് ചെയ്ത് വന്നവരല്ല ഈ 6 പേരും. പക്ഷെ അതിൽ സിൻഡിക്കേറ്റിൽ 2 BJP പ്രവർത്തകരുണ്ട്, BJP സിൻഡിക്കേറ്റ് അംഗങ്ങളുണ്ട്. തീർച്ചയായിട്ടും അവർ എന്തുകൊണ്ടാവുന്നത്? RSS എന്നുള്ളൊരു പേര് അല്ലെങ്കിൽ RSS അനുഭാവം ഉള്ളത് കൊണ്ട് മാത്രമാണ് 2 BJP അംഗങ്ങൾ സിൻഡിക്കേറ്റിൽ എത്തിച്ചേർന്നുള്ളൂ. അവർ കാലാകാലങ്ങളായുള്ള ഒരു നടപടിക്രമമല്ലേ? ആ ഗവർണർക്ക് നിർദ്ദേശിക്കാൻ കഴിയുന്ന 2 പേർ സിൻഡിക്കേറ്റിൽ വരിക എന്നുള്ളത് കാലാകാലങ്ങളായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇതൊന്നും അല്ല ഇതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇങ്ങനെയുള്ള ഈ സമരങ്ങളൊക്കെ നടക്കുന്ന നേരത്തെ ഞാൻ SFI-ക്ക് സമരം ചെയ്യാൻ എന്തെല്ലാം വിഷയങ്ങൾ നേരത്തെ അക്ഷയ തന്നെ പറഞ്ഞു. വിദ്യാർത്ഥികളുടെ ഉന്നതിക്ക് വേണ്ടി അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി വിദ്യാർത്ഥികളുടെ ഭാവിയെ കരുതിയാണ് ഇവർ സമരം ചെയ്യുന്നുള്ളത്. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. സർവകലാശാലകളിൽ ചുവപ്പുവൽക്കരണമോ കാവ്യവൽക്കരണമോ എന്തുമായിക്കോട്ടെ, അവിടെ എടുത്തു പറയേണ്ടത് വിദ്യാർത്ഥികളുടെ പ്രശ്നം തന്നെയാണ്. വിദ്യാർത്ഥികളുടെ പഠന രീതിയെക്കുറിച്ച് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായുള്ള കോഴ്സുകൾ കൊണ്ടുവരുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ പഠന നിലവാരം ഉയർത്തുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളാണ്, അതിനു വേണ്ടിയിട്ടുള്ള സമരങ്ങളാണ് അവിടെ നടത്തേണ്ടത്. നമുക്കറിയാം, നമ്മുടെ കേരള സർവകലാശാലയൊക്കെ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള സർവകലാശാലകളാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും കുട്ടികൾ പഠിക്കാനായി എത്താൻ ആഗ്രഹിച്ചിരുന്ന സർവകലാശാലകൾ, അത്തരത്തിലുള്ള വിദ്യാലയങ്ങൾ, അത്തരത്തിലുള്ള കോളേജുകളൊക്കെ തന്നെ ഉണ്ടായിരുന്ന, അത്തരത്തിലുള്ള കോളേജുകൾ, അത്തരത്തിൽ നിലവാരം പുലർത്തുന്ന കോളേജുകളൊക്കെ ഉണ്ടായിരുന്ന സർവകലാശാലയുടെ കീഴിൽ വരുന്ന കോളേജുകൾ ഇപ്പോൾ അതിൻ്റെയൊക്കെ അവസ്ഥ എന്താണ്? ഉന്നത വിദ്യാഭ്യാസ മേഖല മുഴുവൻ താറുമാറായിരിക്കുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. ഇപ്പോൾ ഈ കീം പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വിദ്യാർത്ഥികളുടെ ഈ പരീക്ഷ സെമസ്റ്റർ റിസൾട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത്തരത്തിൽ പരിഹരിക്കപ്പെടേണ്ട ഒരുപാട് വിഷയങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടുണ്ട്. അത്തരം കാര്യങ്ങളാണ് ഇവിടെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത്. അത്തരം കാര്യങ്ങളാണ് വിദ്യാർത്ഥികൾ മുന്നോട്ട് വയ്ക്കേണ്ടതും. ഇത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ കയ്യിലെ ചട്ടുകങ്ങളായി വിദ്യാർത്ഥികൾ മാറരുത് എന്നാണ് നമുക്കിവിടെ എടുത്തു പറയേണ്ട കാര്യം. കാരണം രാഷ്ട്രീയം കലാലയങ്ങളിലാകാം, വലിയ വലിയ നേതാക്കളൊക്കെ തന്നെ കലാലയ രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്നവർ തന്നെയാണ്. പക്ഷേ അത്
പഠനത്തിൽ മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ കലാലയത്തിന്റെ ഈ സർവകലാശാലകളുടെ ഉന്നതിക്ക് വേണ്ടിയാകണം എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. നേരത്തെ കുഞ്ചു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ അവർ ചെയ്യുന്നതിന്റെ ദോഷഫലങ്ങൾ എന്താണെന്ന് വിദ്യാർത്ഥികൾക്ക് മനസ്സിലാകാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ അവർ ഇതിലേക്ക് ഈ ചോരത്തിളപ്പിന്റെ പ്രായമെന്ന് നമ്മൾ പറയില്ലേ, ആ ഒരു സമയത്ത് തള്ളിവിടുന്നതാണോ എന്നൊന്നും നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ആലോചിക്കേണ്ടിയിരിക്കുന്നു. എന്തായിരുന്നാലും ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനമോ പിടിക്കുന്ന കൊടികളോ ഒപ്പം നിങ്ങളെ ഇതിലേക്ക് തള്ളിവിടുന്ന നേതാക്കളോ ഭാവിയിൽ നിങ്ങളെ ഒരുപക്ഷെ രക്ഷിച്ചേക്കില്ല എന്നുകൂടി ഈ കുട്ടി സഖാക്കന്മാർ മനസ്സിലാക്കിയ നല്ലത്. പേജ് 3 ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കാണാം. നമസ്കാരം.